മക്കളെ, നമ്മുടെ +1 എക്സാമിങ് അടുത്തെത്തിയില്ലേ? അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് ഒരുമിച്ച് ഒരു എക്സാമിന് പഠിക്കാൻ പോണത്. നമ്മൾ ഓണം എക്സാം എഴുതിയിട്ടുണ്ട്, ക്രിസ്മസ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഇല്ലായിരുന്നു അല്ലേ? അപ്പൊ ആദ്യമായിട്ട് ഒരു എക്സാമിനാണ് നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സ് എഴുതാൻ പോണത്. അപ്പൊ അതിന്റെ ചെറിയൊരു ടെൻഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ആരും ടെൻഷൻ അടിക്കണ്ട, അതിനാണല്ലോ നമ്മുടെ എക്സാം എന്ന ഫാമിലി നിങ്ങളെ കൂടെ ഉള്ളത്. അപ്പോൾ എക്സാം എന്ന ഫാമിലി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ റിവിഷൻ ബാച്ച് ആണ്. റിവിഷൻ ബാച്ചിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ +1 പോലെയല്ല അല്ലെ, +1നേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ +2. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കരിയർ തീരുമാനിക്കുന്നത് അല്ലെ, ഇനി ഏത് കോളേജിൽ പോകണം, ഇനി നമ്മൾ ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ആ ഒരു +2 എക്സാമും കൂടിയാണ്. അതിനൊരു പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ +2 നമുക്ക് ഇതിനേക്കാളും അടിപൊളിയായിട്ട് എഴുതണം, അതിൽ നമ്മൾ ഒപ്പാനൊന്നും പാടില്ല. അപ്പൊ +2നുള്ള ബാച്ചും നമ്മുടെ എക്സാം വിന്നർ തുടങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും അവിടെയും കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഫീസ് വരുന്നത് 5,999 ആണ്. പക്ഷെ കുറെ പേർക്കൊക്കെ അത്രയും എമൗണ്ട് ഒരുമിച്ച് അടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കും നമ്മുടെ എക്സാം വിന്നർ ഒരു വഴി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ വെറും 2,000 മാത്രം ഇപ്പൊ കൊടുക്കുക, എന്നിട്ട് ബുക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ റിവിഷൻ ബാച്ചും കിട്ടും, അതിനോടൊപ്പം തന്നെ നമ്മുടെ +2നുള്ള ബാച്ചും കൂടെ ബുക്ക് ആവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ കാര്യം മറക്കരുത്. കാരണം നമ്മുടെ ഒരു ഓഫർ വരുന്നത് ഫെബ്രുവരി 5 വരെയാണ്. ഫെബ്രുവരി 5 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മുടെ റിവിഷൻ ബാച്ചിൽ വേറെയും +2 ബാച്ചിൽ വേറെയും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ അറിയാത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓടിപ്പോയി അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടും ഈ കാര്യം പറയാ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നമ്മുടെ എക്സാംസ് ഒക്കെ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എഴുതാം.